സ്റ്റീലിനേക്കാൾ ശക്തമായ പ്രകൃതിയിലെ അത്ഭുത നൂൽ. നമ്മുടെ വീടിന്റെ മൂലകളിലും കാട്ടുചെടികൾക്കിടയിലുമൊക്കെ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒന്നാണ് ചിലന്തി വല. പലപ്പോഴും വീട് വൃത്തിയാക്കുമ്പോൾ ഒരു ചൂലുകൊണ്ട് നമ്മൾ വളരെ നിസ്സാരമായി തട്ടിമാറ്റുന്ന ഈ ചിലന്തി വല പ്രകൃതിയിലെ ഏറ്റവും വലിയ ഒരു അത്ഭുത എഞ്ചിനീയറിംഗ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു കഥ പറയുന്ന ഒഴുക്കിൽ മിഥ്യകളോ ഊഹാപോഹങ്ങളോ ഇല്ലാതെ പൂർണ്ണമായും ശാസ്ത്രീയമായ ചില സത്യങ്ങളിലേക്ക് നോക്കിയാൽ ഈ ചെറിയ നൂലിന്റെ ശക്തി നമ്മെ ശരിക്കും ഞെട്ടിച്ചു കളയും. നമുക്കാദ്യം ഇതിന്റെ അവിശ്വസനീയമായ ശക്തിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ശാസ്ത്രലോകം പറയുന്നത് ചിലന്തി വലയിലെ പ്രധാന നൂലുകൾക്ക് ഒരേ കനത്തിലുള്ള സ്റ്റീലിനേക്കാൾ 5 ഇരട്ടി വരെ വലിയാനുള്ള ശക്തിയുണ്ടെന്നാണ്. അതായത് നമ്മുടെ പെരുവിരലിന്റെ അത്രയും കനമുള്ള ഒരു ചിലന്തി നൂൽ നിർമ്മിക്കാൻ കഴിഞ്ഞാൽ അന്തരീക്ഷത്തിലൂടെ അതിവേഗം പറക്കുന്ന ഒരു ഭീമൻ ബോയിങ് 747 വിമാനത്തെ പോലും തടഞ്ഞു നിർത്താൻ ആ ഒരൊറ്റ നൂലിന് സാധിക്കും. ഇത്രയും കേൾക്കുമ്പോൾ ഇതൊരു തള്ളല്ലേ എന്ന് തോന്നാം. പക്ഷെ ഇതിന് പിന്നിൽ കൃത്യമായ മെറ്റീരിയൽ സയൻസ് ഉണ്ട്. ചിലന്തി നൂലിന്റെ ഈ അപാരമായ ശക്തിക്ക് കാരണം ഇതിന്റെ ഹൈപ്പർ ഇലാസ്തികതയാണ്. ഇതിന് അതിന്റെ യഥാർത്ഥ നീളത്തിന്റെ 3 ഇരട്ടിയിലധികം വലിയാൻ സാധിക്കും. ഒപ്പം എത്ര വലിഞ്ഞു നീണ്ടാലും ഇത് പൊട്ടിപ്പോകാതെ ആ ഗതികോർജത്തെ മുഴുവൻ ആഗിരണവും ചെയ്യും. നമ്മൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കെവ്ലാർ എന്ന കൃത്രിമ നൂലിനേക്കാൾ എത്രയോ മടങ്ങ് നാരുകളുള്ളതും കരുത്തുമുള്ളതാണ് ഈ പ്രകൃതിദത്തമായ ചിലന്തി വല. ഇനി ഈ അത്ഭുത നൂൽ എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നതെന്ന് നോക്കാം. ചിലന്തികളുടെ വയറിന്റെ അടിഭാഗത്തായി സ്പിൻറൈറ്റ്സ് എന്ന് വിളിക്കുന്ന പ്രത്യേക മൈക്രോസ്കോപ്പിക് അവയവങ്ങളുണ്ട്. ഇവയുമായി ബന്ധപ്പെട്ട് ശരീരത്തിനുള്ളിൽ സിൽക്ക് ഗ്രന്ഥികളുമുണ്ട്. ഈ ഗ്രന്ഥികൾക്കുള്ളിൽ ഈ സിൽക്ക് പൂർണ്ണമായും ഒരു ദ്രാവക രൂപത്തിലാണ് ഇരിക്കുന്നത്. ഈ ദ്രാവകം ശരീരത്തിന് പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന കടുത്ത വലിവും അന്തരീക്ഷത്തിലെ വായുവുമായുള്ള സമ്പർക്കവും കാരണം ആ നിമിഷം തന്നെ അത് കട്ടിയുള്ള ഒരു നൂലായി മാറുകയും ചെയ്യും. ചിലന്തികൾക്ക് ഒരൊറ്റത്തരം നൂലല്ല ഉള്ളത്. ഒരു വല നെയ്യാൻ തന്നെ അവർ പലതരത്തിലുള്ള ഗ്രന്ഥികൾ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് വലയുടെ അടിസ്ഥാന ഘടനയുണ്ടാക്കാനായി അവർ നല്ല ശക്തിയുള്ള ഒട്ടും പശയില്ലാത്ത നൂലുകൾ ഉപയോഗിക്കുമ്പോൾ ഇരകളെ കൊടുക്കാനായി മറ്റൊരു ഗ്രന്ഥിയിൽ നിന്നും അതീവ പശയുള്ള നൂലുകളാണ് അവ പുറപ്പെടുവിക്കുന്നത്. നമ്മൾ ഈ വലയിലേക്ക് നോക്കുമ്പോൾ എല്ലാം ഒരേപോലെ തോന്നുമെങ്കിലും ചിലന്തിക്ക് കൃത്യമായി അറിയാം താൻ ഉണ്ടാക്കിയ വലയിൽ പശയില്ലാത്ത നൂലുകൾ ഏതാണ്. അതുകൊണ്ടാണ് സ്വന്തം വലയിലൂടെ ഓടുമ്പോൾ ചിലന്തിക്ക് ഒരിക്കലും അതിൽ കുടുങ്ങിപ്പോകാൻ സാധിക്കാത്തത്. ഈ നൂലിന്റെ മറ്റൊരു ശാസ്ത്രീയ വശം എന്തെന്നാൽ ഇത് പൂർണ്ണമായും പ്രോട്ടീനുകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. അമിനോ ആസിഡുകളുടെ കൃത്യമായ ക്രിസ്റ്റലൈൻ ഘടനയാണ് ഇതിനുള്ളത്. ഇതിന്റെ ഘടന കൃത്യമായി മനസ്സിലാക്കി ലബോറട്ടറികളിൽ കൃത്രിമമായി ചിലന്തിവല നിർമ്മിക്കാൻ ശാസ്ത്രജ്ഞർ വർഷങ്ങളായി ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രകൃതിയുടെ ആ കൃത്യത പൂർണ്ണമായി അനുകരിക്കാൻ ഇന്നും മനുഷ്യന് കഴിഞ്ഞിട്ടില്ല. കാരണം ഇതിന്റെ തന്മാത്രാ ഘടന അത്രമേൽ സങ്കീർണമാണ്. ഈ നൂലിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് വെള്ളത്തെ പൂർണ്ണമായി പ്രതിരോധിക്കുന്നതാണ്. ഒപ്പം ഇതിന് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുമുണ്ട്. പണ്ടുകാലത്ത് യുദ്ധങ്ങളിൽ പരിക്കേൽക്കുമ്പോൾ മുറിവുകളിൽ ചിലന്തിവല വെച്ച് കെട്ടിയിരുന്നതായി ചരിത്രത്തിലുണ്ട്. അന്ന് അവർക്കതിന്റെ ശാസ്ത്രം അറിയില്ലായിരുന്നുവെങ്കിലും ചിലന്തിവലയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ കെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുമെന്നും അതിലെ ആന്റിസെപ്റ്റിക് ഗുണങ്ങൾ അണുബാധ തടയുമെന്നും ഇന്ന് മെഡിക്കൽ സയൻസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത്രമാത്രം ബയോ കോമ്പാക്റ്റബിൾ ആണ് ഈ നൂല്. ഏറ്റവും രസകരമായ മറ്റൊരു ഫാക്ട് എന്തെന്നാൽ ഈ വലകൾ നിർമ്മിക്കാൻ ചിലന്തികൾക്ക് വലിയ തോതിൽ ശരീര ഊർജം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വല പഴകുകയോ അതിൽ കേടുപാടുകൾ വരികയോ ചെയ്താൽ ചിലന്തികൾ ആ വലയെ ഒട്ടും കളയാതെ സ്വയം തിന്നു തീർക്കാറുണ്ട്. അതെ, അവ സ്വന്തം വല തിന്നുകളയും. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പ്രോട്ടീൻ വീണ്ടും ശരീരത്തിലേക്ക് എത്തുകയും പുതിയ വല നെയ്യാൻ ആവശ്യമായ സിൽക്ക് ദ്രാവകം ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് വീണ്ടും ഇന്ധനമാവുകയും ചെയ്യും. പ്രകൃതിയിലെ ഏറ്റവും മികച്ച റീസൈക്ലിംഗ് പ്രക്രിയകളിൽ ഒന്നാണിത്. കണ്ടില്ലേ സുഹൃത്തുക്കളെ, നമ്മൾ വീടിന്റെ മൂലയിൽ കാണുന്ന ആ ചെറിയ വലയ്ക്ക് പിന്നിൽ ഇത്രയധികം ശാസ്ത്രീയമായ സത്യങ്ങളും പ്രകൃതിയുടെ അത്ഭുത എഞ്ചിനീയറിംഗും ഒളിച്ചിരിപ്പുണ്ട്. ഒരേ സമയം സ്റ്റീലിനേക്കാൾ ശക്തവും എന്നാൽ
നൂലിനേക്കാൾ നേർത്തതുമായ ഈ പ്രതിഭാസം ശാസ്ത്രലോകത്തെ ഇന്നും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ ഈ വലിയ അത്ഭുതത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്